ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളൊരു ഇമേജ് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഇമേജ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പം ഇത് നിറ്റ പറയണമെന്ന് വിചാരിക്കേണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഈ ഇമേജ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവോ ഇത് നിറ്റ ഇതൊരു സാധാ ഇമേജ് എന്നത് ഇത്രയല്ലേ തോന്നിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സീക്രട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഈ ഇമേജിൻ്റെ ഇത് ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ബ്രൈറ്റ്നെസ് കുറയ്ക്കുമ്പോൾ എന്നിട്ടാണെന്ന് നോക്കിക്കോളൂ. കണ്ട ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നെസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിലൊരു സീക്രട്ട് മെസ്സേജ്, അതായത് ആ മെസ്സേജ് ഒരു ഇമേജ്, സാധാ ഒരു ഇമേജ്, നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഒരു സാധാ ഇമേജ് ആണെന്ന് വിചാരിച്ചാൽ ഒരു സീക്രട്ട് മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റിയില്ലേ. ഇപ്പോൾ നേരത്തെ കണ്ട ഇമേജ് ജസ്റ്റ് സാധാ ഒരു സ്ക്രീൻഷോട്ട്. അപ്പോൾ ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ എൻ്റെ സീക്രട്ട് മെസ്സേജ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് വഴി ആ മെസ്സേജ് ബ്ലിങ്ക്, അതായത് ആ മെസ്സേജ് എടുത്ത് കാണിച്ചു, ബാക്കിയുള്ളതെല്ലാം ഡിമ്മായി പോയി. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഏതൊരു ഇമേജിലായാലും നമ്മളുടെ സ്ക്രീൻഷോട്ടുകൾ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുക്കാണ്. അപ്പോൾ ബാക്കിയുള്ളവർ കാണുന്നുണ്ടാവും ഒരു ന്യൂസ് പേപ്പറിൻ്റെ സ്ക്രീൻഷോട്ട്, പക്ഷെ അയക്കുന്ന ആൾക്കും അത് കിട്ടുന്ന ആൾക്കും മനസ്സിലാകുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു സീക്രട്ട് മെസ്സേജ് ഉണ്ടാകും, അല്ലെങ്കിൽ സീക്രട്ട് കാര്യങ്ങൾ ആ ഇമേജിൽ അയച്ച ആൾ ചേർത്തുണ്ടാകും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് അത് ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പിൽ പോയിട്ട് ജസ്റ്റ് ബ്രൈറ്റ്നെസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് എനിക്കാണ് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഓരോ ഫ്രണ്ട്സിനായാലും നമുക്ക് മറ്റുള്ളവരെ അറിയാൻ പാടില്ല, ആൾ മാത്രം അറിയാൻ വേണ്ടി കുറേ സീക്രട്ട് മെസ്സേജുകൾ, സീക്രട്ട് കോഡുകൾ ഇതൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഒരു സാധാരണ ഇമേജ് അയച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതിലെന്തിട്ടുള്ള ഇപ്പോൾ നമ്മളൊരു നോട്ട്സ് അയച്ചു കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക, ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ബാക്കിയുള്ളവർ കാണുമ്പോൾ വിചാരിക്കുന്നത് ഒരു സാധാരണ സ്ക്രീൻഷോട്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ രഹസ്യ കാര്യങ്ങൾ നമുക്കതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഒരു സിമ്പിൾ സാധനമാണ്, നമുക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് നമുക്ക് ഒരു ഇമേജിൽ നമ്മളുടെ രഹസ്യ കോഡുകളും സംഭാഷണങ്ങളും എന്ത് കാര്യം തന്നെ ആയാലും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഇമേജിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഓരോ ഇമേജിലും, ഏതൊരു ഇമേജിലായാലും ഇതേപോലെ സീക്രട്ട് കോഡുകൾ, സീക്രട്ട് മെസ്സേജുകൾ, മറ്റൊരാൾ അറിയാതിരിക്കാനുള്ള സീക്രട്ട് മെസ്സേജുകൾ എങ്ങനെ നമ്മുടെ ഇമേജിൽ കൊണ്ടുവരാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ സീക്രട്ട് കോഡുകൾ ഇമേജിൽ ആഡ് ചെയ്യാനായിട്ട് ഇനി ഏത് ഇമേജിലാണ് ആഡ് ചെയ്യേണ്ടത് ആ ഇമേജ് എടുക്കുക, ജസ്റ്റ് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് എഡിറ്റിംഗ് ആപ്പാണോ ഉള്ളത് ആ ഒരു എഡിറ്റിംഗ് ആപ്പ് എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് PicsArt ആണ്. PicsArt നല്ലൊരു എഡിറ്റിംഗ് ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് എടുക്കുക. ഞാൻ ഇപ്പോൾ PicsArtൽ ഓപ്പൺ ആക്കാണ്. അപ്പോൾ ആ ഒരു ഇമേജ് PicsArtൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അവരെ അറിയിക്കേണ്ടത് ആ ഒരു മെസ്സേജ് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് ഏതൊരു മെസ്സേജാണ് അയക്കേണ്ടത് ആ ഒരു മെസ്സേജ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു മെസ്സേജിൻ്റെ കളർ സെലക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആണെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളറ് ഡാർക്കായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളറ് ലൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയതുകൊണ്ട് ടെക്സ്റ്റിൻ്റെ കളറ് ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഏത് ഭാഗത്താണ് ആ ഒരു ഇമേജ് വയ്ക്കേണ്ടത് ആ ഒരു ഭാഗത്ത് ഞാൻ ഇമേജ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഇനി ഒരു ഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ബ്രഷ് ടൂള് ആ ബ്രഷ് ടൂൾ എടുക്കുക. ഞാൻ ഇപ്പോൾ ഡ്രോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണോ ആ കളറ് ഇതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഏത് കളറാണോ, റെഡ് ആണോ ഗ്രീൻ ആണോ ഏതാണെന്ന് വിചാരിച്ചാൽ ആ കളറ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ എഴുതിയ ഭാഗങ്ങൾ മൊത്തം ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് മായ്ക്കണം. അതിനായിട്ട് ജസ്റ്റ് ആ ബ്രഷ് ടൂളിന്മേൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒപ്പോസിറ്റി 50-55 ഇടയിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഭാഗം മൊത്തം സൈസ് കൂട്ടിയിടാം. അത് കഴിഞ്ഞിട്ട് ആ എഴുതിയ ഭാഗം മൊത്തം ഈ ബ്രഷ് ടൂൾ വെച്ച് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും എഴുതിയ ഭാഗം അറിയാത്ത രീതിയിൽ മായ്ച്ച് കളയാം.
അപ്പോൾ ജസ്റ്റ് അത് ഫുള്ളും മാഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇമേജ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളുടെ എഡിറ്റിംഗ്, അതായത് ആ സീക്രട്ട് കോൾ അതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് നിങ്ങൾക്ക് ഈ ഇമേജ് അയച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് ജസ്റ്റ് അയച്ചു കൊടുക്കാൻ വേണ്ട മാത്രമേ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സീക്രട്ട് മെസ്സേജ് നമ്മളുടെ ഇമേജിൽ ആഡ് ചെയ്തു, അതാരും കാണാൻ പറ്റില്ല. അത് ആർക്കാണ് അയക്കേണ്ടത് അവർക്ക് സെൻഡ് ചെയ്തും കൊടുക്കും. അപ്പോൾ സംഭവം കഴിഞ്ഞു. പക്ഷേ ഇനി ഇത് സെൻഡ് ചെയ്തിട്ട് കിട്ടണ ആൾക്ക് ഈ സീക്രട്ട് മെസ്സേജ് അങ്ങനെ കാണാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ അത് അവർക്ക് കാണാനായിട്ട് സിമ്പിളാണ്, ജസ്റ്റ് സിമ്പിൾ വഴിയാണ്. അപ്പോൾ ജസ്റ്റ് അതെന്നിട്ട് അതൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ ഈ ഇമേജ് കിട്ടിയാൽ ജസ്റ്റ് ആ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലെ 3 ഡോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ അവരുടെ ഏത് എഡിറ്റിംഗ് ആപ്പാണോ ഉള്ളത് ആ ഒരു എഡിറ്റിംഗ് ആപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് PicsArt ആണ്. അപ്പോൾ ഞാൻ PicsArt സെലക്ട് ചെയ്യുന്നു. അപ്പോൾ PicsArtൽ ആ ഇമേജ് ഇനി ലോഡാവണം. അപ്പോൾ ഇമേജ് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് ആ ടൂൾ ബോക്സ് എടുക്കുക. അതിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ബ്രൈറ്റ്നെസ് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് കൊണ്ടുവരും തോറും നമ്മൾ എഴുതിയണ ആ ഒരു മെസ്സേജ് അവർക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം പൊളിയല്ലേ? നമ്മളുടെ ഫ്രണ്ട്സിനായാലും ജസ്റ്റ് ഇതേപോലെ ഓരോ കാര്യങ്ങൾ എഴുതി ഫോട്ടോസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ജസ്റ്റ് പറയാതെ ഇതിലത്തെ കാര്യങ്ങൾ എന്തിട്ടാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫണ്ണി ആയിട്ട് ഒന്ന് മത്സരം വെച്ച് കൊടുക്കാൻ നോക്കാം. അതേപോലെ നമ്മളുടെ വേറെ ആരെങ്കിലും അറിയാണ്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ ഏതൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയാലും ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഇപ്പോൾ ബ്രഷ് ടൂൾ ഉണ്ടെങ്കിൽ അതായാലും മതി, നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ കറക്റ്റ് നമ്മൾ ബ്രൈറ്റ്നെസ് കുറച്ചപ്പോൾ കറക്റ്റ് സാച്ചുറേഷനിൽ ആ റൈറ്റിംഗ് വന്നു. പക്ഷേ രണ്ടാമത് കണ്ടപ്പോൾ ആ റൈറ്റിങ്ങിൽ കുറച്ച് സ്ഥലത്ത് കട്ട് ചെയ്ത് പോകുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഞാൻ നമ്മൾ കറക്റ്റ് ഗ്രേഡിയൻറ്റിലായിട്ടും കൂടുതൽ തവണ ഞാൻ ആ ബ്രഷ് കൊണ്ട് വൈറ്റ് കളറ് മേലെ തേച്ചുകൊണ്ടാണ് ആ സാച്ചുറേഷൻ കുറഞ്ഞു പോയത് അവിടെ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അതേ കളറ് ആ റൈറ്റിങ്ങിൻ്റെ എഴുത്തിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ആ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് സാച്ചുറേഷനിൽ ആ ബ്രഷ് ടൂൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ കുറിച്ച് എന്ത് കാര്യമായാലും ജസ്റ്റ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടും വരെ ഇറ്റ്സ് മീ സോളൻ സർജൻ സൈനിങ് ഓഫ്.